പലട നിങ്ങള് പോവാൻ തന്നെ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചു. അപ്പോ ഒരു 42 കൊല്ലായില്ലേ നിങ്ങള് ബഹ്റൈനില്? അപ്പോ നിങ്ങൾ വന്ന കാലഘട്ടം തൊട്ടിട്ട് ഈ കാലഘട്ടം വരെ ഏകദേശം ഒരു വലിയ മാറ്റമായിരിക്കുമല്ലോ ഉണ്ടായിട്ടുണ്ടാവുക. എന്താ നിങ്ങളുടെ ജീവിതത്തിന്റെ ഈ ബഹ്റൈൻ പ്രവാസ ജീവിതത്തിന്റെ ഒരു അനുഭവം എന്താ നിങ്ങളത്? ഞാൻ വന്ന സമയത്തൊന്നും ഇന്നീ കാണുന്നതൊന്നുമില്ല. നമ്മുടെ ഡിപ്ലോമേറ്റ് ഏരിയയിൽ ഇന്ന് കാണുന്ന ആ റോഡിന്റെ അപ്പുറത്തോട് കടലുകല. അത് ശരി. അപ്പോ അതെല്ലാം നിർത്തി ഇന്ന് ശരിക്കൊരു 2/3 ഭാഗേ ഇന്നത്തെ വേൾഡിന്റെ 2/3 ഭാഗേ അന്നുള്ളൂ. ഒരു ഭാഗം വലിയൊരു ഭാഗം നിർത്തിയിട്ടായിരുന്നു. ഒരുപാട് ബിൽഡിങ്ങുകൾ. ഇപ്പൊ നമ്മളൊക്കെ പരിചയപ്പെടുന്നത് ബഹ്റൈൻ പ്രതിഭ എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ സാംസ്കാരിക സംഘടനയിലൂടെയാണല്ലോ. അപ്പൊ അന്ന് എങ്ങനെയാണ് നിങ്ങളുടെ ഈ സാമൂഹ്യ ജീവിതവും ഈ പിന്നെ നമ്മുടെ ബാച്ചലർ ലൈഫാണല്ലോ അന്നത്തെ ഏറ്റവും, അതായത് കൂട്ടമായിട്ട് മലയാളി സമൂഹം ഒന്നടങ്കം ഗൾഫിലേക്ക് കുടിയേറുന്ന സമയമല്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ ദൈനംദിന ജീവിത നിലവാരമൊക്കെ നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതില്? വന്നപാടൊന്നും AC പോലും ഉണ്ടായില്ല. അത് ശരി. AC ഒരു വർഷം കഴിഞ്ഞ AC ഉപയോഗിക്കാൻ തുടങ്ങി. അത് ശരി. TV വീഡിയോ അങ്ങനത്തെ ഒന്നുമില്ല. എത്രയോ കാലം ഈ കടകളിൽ നിന്ന് വാടകയൊക്കെ എടുത്തിട്ട് ചില ലീവ് ദിവസങ്ങളിൽ ഈ കാസറ്റ് വിട്ടിട്ട് സിനിമ കാണലുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇത്. പലടെ ഇപ്പോ നമ്മള് സ്വാഭാവികമായിട്ടും നമ്മളെ ഒരു പിന്നെ സംഘടനയിലായിട്ട് ഒരുപാട് സംഘടനകളുണ്ട്. അന്ന് ഞാൻ വന്നപ്പോൾ ഞാൻ കേട്ട 2-3 സംഘടനകളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഈ സംഘടനാപരമായി അത് നമ്മളെ ഇപ്പം നിങ്ങൾ ബാച്ചലറായിട്ട് ജീവിക്കുന്ന സമയത്ത് ഞാനൊക്കെ വന്ന ഉടനെ തന്നെ നാടിനെ സഹായിക്കുക, കുടുംബത്തെ സഹായിക്കുക, ഇതാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ്, അതായത് നിങ്ങൾക്ക് തുലോം കിട്ടുന്ന ശമ്പളത്തിലെല്ലാം എങ്ങനെയാണ് ഈ പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഒരുപാട് നാടിനെ സഹായിക്കാനുള്ള പിരിവും കാര്യങ്ങളൊക്കെ വരുമല്ലോ, എങ്ങനെയാണ് നിങ്ങൾ ഈ സംഘടനാപരമായിട്ടുള്ള അടുക്കുന്ന ഒരു രീതി ഉണ്ടായത്? സാധാരണഗതിയിൽ പണ്ട് ഇന്നത്തെ പോലെ അല്ലല്ലോ. കാരണം ഇന്ന് ഒരുപാട് ആധുനിക ടെക്നോളജിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് വ്യക്തിബന്ധങ്ങളിലാണോ നിങ്ങൾ ഇതിലേക്കെല്ലാം സംഘടനാപരമായിട്ടെല്ലാം ബന്ധപ്പെട്ടത്? നമ്മുടെ കൃഷ്ണപിള്ള ദിനമായിട്ട് ബന്ധപ്പെട്ട് മൂറക്കിൽ ഒരു യോഗം വെച്ച്, ശരി, ദിനാചരണം വെച്ച്. അത് ബഹ്റൈൻ പ്രതിഭേന്റെ നേതൃത്വത്തിലല്ലേ? പ്രതിഭേന്റെ നേതൃത്വത്തിലായിരിക്കും. നമുക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. ശരി, നമുക്ക് അതൊന്നും മനസ്സിലാകുന്നില്ല. ഇങ്ങനെ കൃഷ്ണപിള്ളേന് വേണ്ടി ഈ C. ഗോപാലൻ പറഞ്ഞ് അങ്ങനെ പോയി ഒരു അങ്ങനെ ഒരു 1.5 മണിക്കൂർ നേരം കിടിലനൊരു പ്രസംഗം കേട്ടു. നാട്ടിൽ അതേപോലത്തെ ഒരു പ്രസംഗം കേട്ട്. അപ്പോ തന്നെ അയാളോട് വല്ലാത്ത ഒരു ആത്മീയത തോന്നി. പിന്നീട് മുഹറക്കിലൂടെ ഇയാള് തിരക്ക് പിടിച്ചു പോകുന്നുണ്ടാവും. അന്നേരത്തെ ഒന്ന് കാണും, ഒന്ന് ചിരിക്കും, ഒന്ന് കൈകൊണ്ട് ഇങ്ങനെയാകും. അതിലപ്പുറം ഒരു ബന്ധമില്ല. പിന്നീട് 90-ല് പ്രതിഭയിൽ വന്നതിന് ശേഷമാണ് അടുത്ത് ബന്ധപ്പെടുന്നത്. ആ ബന്ധം ഇപ്പോഴും അത് ഞാൻ കഴിഞ്ഞ നിങ്ങളെ യാത്രയപ്പ് യോഗത്തിൽ പ്രസംഗിച്ച് നിങ്ങൾ ഇത്രയും വർഷം ഈ CV ഒരു ആത്മബന്ധം എങ്ങനെയാണ്? അതിനല്ല, എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും CV-ന്റെ ഒരു കൈ ഉണ്ടാവും, ഒരു കയ്യൊപ്പുണ്ടാവും. ഓക്കെ. അപ്പൊ ഈ പുതിയ തലമുറ ഇപ്പം പ്രവാസത്തിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ. അപ്പോ പിന്നെ നിങ്ങൾ എപ്പോഴെങ്കിലും ഈ പ്രതിഭ എന്ന് പറയുന്ന സംഘടനയായിട്ട് ഒരു അകൽച്ചയോ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ട് 10-42 കൊല്ലം നിൽക്കുമ്പോൾ നേതൃത്വത്തിലേക്കൊന്നും വന്നില്ല, ഞാൻ പ്രസിഡന്റ് ആയില്ല, സെക്രട്ടറി ആയില്ല, ഇന്നത്തെ കാലഘട്ടത്തിന്റെ ചില മൂല്യച്യുതികളെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? ഒരു സ്വാധീനവും ഇതുവരെയും സ്വാധീനിച്ചിട്ടില്ല. ഞാൻ ഒരു സമയത്തും ഇതിനോട് മാറി നിൽക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പം കുറച്ച് ഒരു 3-4 കൊല്ലമായി അസുഖം കാരണം വേണ്ടത്ര രീതിയിൽ എനിക്ക് തൃപ്തികരമായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല എന്നല്ലാണ്ട് ഇതുവരെ സംഘടനയോട് എപ്പോഴെങ്കിലും ഒരു അതൃപ്തിയൊന്നും തോന്നിയില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഒരു അടയാളപ്പെടുത്തലല്ലേ? കാരണം
സാധാരണ ഒരു സ്ഥലത്ത് തന്നെ ഇത്രയും വർഷം നിൽക്കുക, എന്നിട്ട് അവരുടെ ഒരു സ്നേഹാദരോടുകൂടി നാട്ടിൽ പോവാന്ന് പറഞ്ഞ ചെറിയ കാര്യം കിട്ടുന്നത് ഏറ്റവും മികച്ച തന്നെയാണ് കിട്ടുന്നത്. അത് ശരിയാണ്. ഓക്കെ. എന്റെയും പ്രവാസ ജീവിതത്തിൽ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങളുണ്ട്. അതിൽ ഏറ്റവും മിഴിച്ചു നിൽക്കുന്ന കുറച്ച് അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. എന്താ നിങ്ങൾക്ക്, അതായത് അങ്ങനെ ഒരു ജീവിതത്തിലെ പ്രവാസ ജീവിതത്തിലെ 42 കൊല്ലത്തെ പ്രവാസ ജീവിതത്തിലെ മറക്കാനാവാത്ത അനുഭവം ഒന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വളരെ സന്തോഷമുണ്ടായിരുന്ന കാര്യം ഒന്ന് നമ്മളെ വീടെടുക്കലാണ്. വീട്ടിൽ കൂടുന്നതായിരിക്കും ഏറ്റവും വലിയ സന്തോഷം എല്ലാം ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞ് നമുക്കൊരു കുട്ടി ജനിക്കുന്നതാണ്. ആ ദിവസം വല്ലാത്ത ഒരു അനുഭവം തന്നെ. 2 മക്കളാണ് എനിക്ക്, ഒരാണും ഒരു പെണ്ണും. രണ്ടാൾക്കും ഇപ്പൊ 2 കുട്ടികളുണ്ട്. ഈ 2 കുട്ടികളുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് 42 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോ നിങ്ങൾ സന്തോഷവാനാണോ? അല്ല നിങ്ങള്, അതായത് സ്വാഭാവികമായിട്ട് നമുക്ക് സ്വകാര്യ ദുഃഖങ്ങളിലുണ്ടാവില്ല, കുടുംബ ജീവിതത്തിലായാലും അല്ലെങ്കിൽ പ്രവാസ ജീവിതം, എന്തെങ്കിലും തിക്താനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. പക്ഷെ നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നമ്മളെ ഏറ്റവും അധികം സ്നേഹിച്ച് പലരും നമ്മളെ കൂട്ടത്തിലില്ല എന്നുള്ള ഇപ്പം വല്ലാത്ത വിഷമത്തോട് സങ്കടകരമായ അച്യുതേട്ടൻ, അതായത് അബൂബക്കർക്ക അവർ ഈ ലോകത്തോടെ വിട പറഞ്ഞു. അത് വല്ലാത്തൊരു സങ്കടമായിപ്പോയി. അത് നമ്മൾ ഓർമ്മിക്കുന്ന വല്ലാത്ത ഒരു സങ്കടം തോന്നുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെയും അത്തരത്തിലുള്ള ആൾക്കാർ വിട്ടുപിരിഞ്ഞ് അച്ഛനും അമ്മയും മരിച്ചപ്പോ എനിക്ക് അവരെ കാണാൻ സാധിച്ചിട്ടില്ല. അന്നത്തെ ഒരു അവസ്ഥ അതായിരുന്നു. നിങ്ങള് കുടുംബത്തിനെ ബഹ്റൈൻ സന്ദർശിപ്പിച്ചിരുന്നോ? ഇല്ല. അതൊരു എന്താ പറയാ, ഇന്നത്തെ കാലഘട്ടത്തില് ബഹ്റൈനിൽ ജീവിച്ച ആളുകൾക്ക്, പ്രത്യേകിച്ച് ബഹ്റൈൻ എന്ന് പറയുന്നത് ഈ ഭരണകൂടം നമുക്ക് തന്ന ഒരു ജനാധിപത്യ അവകാശങ്ങളുണ്ടല്ലോ വലിയ രീതിയിൽ. പ്രവാസികൾക്ക് സംഘടനാപരമായിട്ട് വ്യക്തികൾ നമ്മളെ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതപരമായി ജീവിക്കാൻ എല്ലാം. അപ്പൊ എന്തുകൊണ്ട് ബാലേട്ടൻ ആ ഒരു ചിന്തകളെ മനസ്സിലേക്ക് വരട്ടെ. പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടായി. ഓരോ കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരും. അങ്ങനെ അത് മാറ്റി വെക്കും. അങ്ങനെ ഒരു പരാതി ഉണ്ടായിട്ടുണ്ട്? അവർക്കൊരു പരാതിയില്ല. അതാണ് ജീവിതത്തിൽ നിങ്ങളെ ഒരു വിജയം എന്ന് പറയാം. കാരണം ഒരു പരാതി ഉണ്ടെങ്കിൽ വരുത്താൻ സാധിക്കുകയും പരാതി പറയാത്തത് കൊണ്ടാണ്. അതിപ്പോ നിങ്ങളോടെല്ലാം ആലോചിച്ചു കഴിഞ്ഞാല് നടക്കും. നമ്മളെ സിഇഒ നിങ്ങളൊക്കെ പരാതി പറയാത്തത് കൊണ്ടാണ് നിങ്ങളെ അവരിത് കാണുമല്ലോ നാളെ. അപ്പൊ സ്വാഭാവികമായിട്ട് ബാലേട്ടന്റെ എന്തായിരുന്നു, ബാലേട്ടൻ എന്നെ കൊണ്ടുപോകണിരുന്നത് എന്നുള്ള. പിന്നീട് മക്കളൊക്കെ ആയിട്ട് എങ്ങനെ ഇപ്പൊ നല്ല നിങ്ങളെ ഇപ്പം 10-42 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലെന്തെങ്കിലും ആദ്യം ഉണ്ടാവും. കാരണം എന്റെ ജീവിതം എന്തെങ്കിലും, അതായത് സുരക്ഷയില്ലാണ്ടായി പോകുമ്പോൾ ഒരു എല്ലാ പ്രവാസിക്കും ഉണ്ടാകുന്നത്. ഇപ്പൊ ഞാനൊരു സാമൂഹിക മേഖലയിലും കൂടി നിൽക്കുന്ന ആളുകളെക്കൊണ്ട് എനിക്ക് ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അപ്പൊ ബാലേട്ടൻ അങ്ങനെ എന്തെങ്കിലും ചിന്താഗതി? ഇങ്ങനെ ഒരാളെ കാര്യമൊന്നുമില്ല, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് വലിയ സമ്പാദ്യമായിട്ടുണ്ട് ഉള്ളതുകൊണ്ടല്ല, അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഇതുവരെ തോന്നിയിട്ടില്ല. എനിക്ക് നാളെ തോന്നിക്കൂടാണ്ടില്ല. ബാലേട്ടൻ വന്ന വർഷം നിങ്ങൾ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഡേറ്റ് ഓർമ്മിക്കുന്നുണ്ടാ? എനിക്ക് ചിലപ്പോ ഡേറ്റിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഡേറ്റ് കൃത്യമായിട്ട് ഓർമ്മ? ഡേറ്റ് കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. 1984 ഡിസംബർ 2-ാം തീയതി വീട്ടിൽ നിന്ന് പോകുന്നു. ആ സമയത്ത് അത് CB വന്നെന്ന് പറഞ്ഞ 84 തന്നെ. 84 എന്നേക്കാളും ഒരു 3-4-5 മാസം. ഓ ശരി. അപ്പൊ നിങ്ങൾ രണ്ടാളാണ് നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇപ്പം നിലനിൽക്കുന്ന ആളുകൾ. ഇപ്പൊ നിങ്ങളും കൂടി പോയിക്കഴിഞ്ഞാൽ CB മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോ ഡിസംബർ 2-ന് അങ്ങനെ നാട്ടിൽ നിന്ന് പോന്ന് ഇവിടെ എത്തി 4-ാം തീയതിയാണ്. എയർപോർട്ടിൽ ഇന്നത്തെ പോലെ കൂട്ടിക്കൊണ്ടുവരുന്ന ഇതൊന്നുമില്ല. അപ്പൊ അവിടുന്ന് ഒരു ടാക്സി പിടിച്ച് മുറക്കിലെത്തി അൽനജ ഹോട്ടലിലെത്തി. അവിടുന്ന് എന്നോട് പറഞ്ഞ് നിങ്ങളിങ്ങനെ കയറി നോക്കി ഇറങ്ങിയാൽ മതി, സാധനയിലൂടെ വെച്ചേക്ക്, നിങ്ങളെ ഏട്ടൻ അറിയാവുന്ന ആളുണ്ടാവുന്നു. അപ്പോൾ കുറേ ദൂരം കടന്നപ്പോൾ മക്ക ടെക്സസ് എന്നത് കണ്ട് അവിടെ മമ്മൂക്കന്റെ മക്ക ടെക്സസ് കണ്ടപ്പോൾ അവിടെ കയറി അന്വേഷിച്ചപ്പോൾ ഒരു കണാരം നിറഞ്ഞ അയാൾ ഈ അടുത്താണ് മരിച്ച്. അപ്പോ അയാൾ കൂട്ടി റൂമിൽ കൊണ്ടാക്കി. പിന്നെ വടകരയിൽ നിന്ന് വന്ന ഞങ്ങൾക്കൊന്നും മറ്റൊരു തൊഴിലും അറിയില്ലായിരുന്നു.
വീട് അച്ഛന്റെ പരമ്പരാഗതമായിട്ടുള്ളൊരു കച്ചവടമായിരുന്നു. അപ്പൊ സ്കൂളിൽ എത്രാം ക്ലാസ് വരെ? 7ാം ക്ലാസ് വരെയാ പോയി. പിന്നെ വേറൊരു പണിയും പഠിച്ചിട്ടില്ല. അന്നേരം കുടുംബ പ്രാരാബ്ദത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു? അന്നത്തെ നിലയിൽ ഇങ്ങനെ തട്ടിമുട്ടി പോവാ എന്നുള്ളതാണ്. അങ്ങനെ കാര്യമായ സൗകര്യങ്ങളൊന്നും ഒന്നില്ലല്ലോ. നമ്മൾ വരുന്ന സമയത്തൊന്നും നമ്മളെ നാട്ടിൽ ഈ ശൗചാലയം വരെ ഇല്ലല്ലോ. ഈ രാജ്യത്ത് 42 കൊല്ലം ജീവിച്ചത്. അപ്പോൾ ഈ രാജ്യത്തിന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള നിങ്ങളെ ഒരുപാട് ഘടകങ്ങളുണ്ട് സ്വാധീനിച്ച. അതില് നിങ്ങളെ ജീവിത നിലവാരമായിട്ട് സ്വാധീനിച്ച ഘടകങ്ങൾ എന്താണ്? വളരെ നല്ല നിലയിലാണ് നമ്മളോട് പെരുമാറിയിട്ടുള്ളത്. ഇപ്പം ഈ കൊറോണ വന്ന സമയത്ത് എല്ലാവർക്കും ഒരുപോലെ നല്ല നിലയിലുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ചെയ്ത് ഈ യുദ്ധം വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് വിദേശികൾക്കും സ്വദേശികൾക്കും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഈ ഗവൺമെൻറ് ചെയ്ത്. വിദേശികളല്ലേ എന്നുള്ളൊരു അപ്പൊ നിങ്ങളെ പിന്നെ മനസ്സിൽ ജീവിതാന്ത്യം വരെ ഈ നാട് ഉണ്ടാവും എന്നുള്ള തീർച്ചയായും തീർച്ചയായും. അപ്പോ പുതിയ തലമുറയോട് നിങ്ങൾക്ക് എന്താണ് ഇതിപ്പം പറയാനുള്ളത്? കാരണം വെച്ചാൽ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മളെ സ്വാധീനിച്ച ഘടകം പറഞ്ഞു, നമ്മുടെ സംഘടനയെ സംബന്ധിച്ച് പറഞ്ഞു. നമ്മുടെ സംഘടനയിലേക്കുള്ള പുതിയ പുതിയ ആളുകളെല്ലാം കടന്നു വരുന്നുണ്ടല്ലോ. ഇപ്പൊ ഒരു വലിയ നിങ്ങളെ നിങ്ങൾക്കെല്ലാം വളരെ അഭിമാനിക്കണം. വളർന്ന് പന്തലിച്ച് ഏറ്റവും വലിയൊരു സംഘടനന്റെ ആളായി തന്നെ പോലോ. യെസ്. പിന്നെ പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരെല്ലാം നല്ല മിടുക്കന്മാരാണ്. നല്ല വിദ്യാഭ്യാസം, നല്ല പ്രവർത്തന പരിചയം ഇതെല്ലാം ഉണ്ട്. പക്ഷേ കുറച്ചും കൂടി ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ബോധ്യം ഉണ്ടാണോ എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ഈ പുതുതായിട്ട് പ്രവാസ ഭൂമിയിലേക്ക് കടന്നു വരുന്ന പിന്നെ പുതുതലമുറയോട് നിങ്ങളൊരു സാധാരണ ഒരു തൊഴിൽ മേഖലയിൽ നിന്ന് തിരിച്ചു പോകുന്നതാണ്. അപ്പൊ നിങ്ങളുടെ മാനസികമായിട്ട് നിങ്ങൾക്ക് അവരോട് പിന്നെ എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാൻ വേണ്ടി കഴിയില്ല? 42 കൊല്ലത്തെ പ്രവാസം. ഇല്ല, അവരോട് അങ്ങനെ ഒരു സന്ദേശം കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവരെല്ലാം എന്ന് വെച്ചാൽ ഉന്നത വിദ്യാഭ്യാസം ഉന്നതരായിട്ട് അവിടെ വെക്കുന്നത്. അവർക്ക് ഒരു പ്രയാസം ഇവിടെ ഇല്ല. ഇവിടെ ഇപ്പോൾ IT മേഖലയിലായിരിക്കും ഒന്നുകിൽ, അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയർ ആയിരിക്കും, അല്ലെങ്കിൽ CA-ക്കാരായിരിക്കും. അപ്പോൾ അതിൽ കുറഞ്ഞ ആൾക്കാരൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നില്ല, കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നില്ല. പലരുടെ ഏതായാലും നമ്മളെ കുറെ പിന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞല്ലോ. അപ്പൊ ഏതായാലും ഒരു ചായയെല്ലാം കുടിച്ചിട്ട് നമുക്ക് പിരിയാം. അത് നിങ്ങൾ തിരിച്ചു പോകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ള കാര്യം. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ആദ്യം ചോദിച്ചു, നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചോ എന്നുള്ളത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും നമ്മളെപ്പോഴും നിങ്ങളെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളോട് പിന്നാത്തെ നമ്മുടെ യാത്രാപ്പ് യോഗത്തിൽ തന്നെ പറഞ്ഞതാണ്. അപ്പൊ അത് ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മുടെ ബഹ്റൈൻ പ്രവാസികളുടെ ഇടയിൽ എല്ലാവരും, അതായത് ഈ മോറക്ക് നിങ്ങൾക്ക് അത്രയും വലിയ സുപരിചിതമാണ്. അപ്പൊ അത് നിങ്ങളെ പോയിക്കൊരു അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് ജീവിതാന്ത്യം വരെ നിലനിൽക്കുമെന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. അത് തന്നെയാണ് നമ്മളെ സമ്പാദ്യം. നമ്മളെ സുബേർക്ക, അതാണ് പട്ടിണി മുക്ക്. പട്ടിണി മുക്കിനെ പറ്റി ഞാൻ ഒരുപാട് പറഞ്ഞു കൊടുത്തു. കാരണം ഒരുപാട് പണിയില്ലാത്ത ആളുകൾ ജനങ്ങൾ കൂടി നിൽക്കുന്ന സ്ഥലമാണ്. അതായത് പണ്ടത്തെ കാലത്ത് ഈ 90-95 കാലത്ത് എങ്ങനെയാ വെച്ചാല് കത്തുകൾ കൈമാറല് ഇവിടുന്നായിരുന്നു. കത്തുകൾ വന്നാൽ കത്തുകൾ കൈമാറല്, കാര്യങ്ങൾ സംസാരിക്കുക, ജോലിക്ക് ആളെ എടുക്കുന്ന ഇവിടുന്നാണ്. ഈ ഏരിയ തന്നെ ജോലിക്ക് ആളെടുക്കല്. കാരണം പല കൺസ്ട്രക്ഷൻ കമ്പനികളിലും ആൾക്കാർ ജോലിക്ക് ആളെ എടുക്കുന്ന ഈ ഏരിയ. ബഹ്റൈനിൽ ഇനിയും കാണുമെന്നുള്ള പ്രതീക്ഷ നമുക്ക്